പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോളണ്ടിലേക്ക്. പോളണ്ടിനെക്കുറിച്ച് ഒരക്ഷരം മിണ്ടരുത് എന്ന് CPM പ്രവർത്തകരെ പലപ്പോഴും മറ്റു പാർട്ടിയിലുള്ളവർ കളിയാക്കാറുണ്ട്. എന്നാൽ ഇപ്പോൾ രാജ്യം പോളണ്ടിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. പ്രധാനമന്ത്രി അമിതമായി വിദേശ യാത്ര നടത്തുന്നു എന്ന് ആരോപിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ നിരവധിയാണ്. എന്നാൽ ഈ യാത്രകൾ കൊണ്ട് രാജ്യത്തിന് കാര്യമായ ഗുണമുണ്ട് എന്ന് BJPയും അനുകൂല സംഘടനകളും വാദിക്കുകയും ചെയ്യുന്നു. ഏതായാലും പ്രധാനമന്ത്രി പോളണ്ടിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട്. പോളണ്ട് സന്ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി യുക്രൈനും സന്ദർശിക്കും. രണ്ട് രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ ബന്ധം കൂടുതൽ ദൃഢമാക്കാൻ ഈ യാത്ര സഹായകമാകും എന്ന കാര്യത്തിൽ തർക്കമില്ല. പോളണ്ട് ഒരുപക്ഷെ ഇന്ത്യക്കാർക്ക് അത്ര സുപരിചിതമല്ലാത്ത രാജ്യമാണ് എന്ന് വിചാരിക്കുന്നവർ ഉണ്ടാകാം. എന്നാൽ പോളണ്ടിൽ നിരവധി ഇന്ത്യക്കാരുണ്ട്. ഇന്ത്യയും പോളണ്ടുമായുള്ള ബന്ധം തുടങ്ങുന്നത് വളരെ വർഷങ്ങൾക്ക് മുൻപാണ്. പോളണ്ട് സംസ്കൃതം പഠിക്കാൻ തുടങ്ങിയിട്ട് 164 വർഷമായി. ഉപനിഷത്തുകളൊക്കെ പോളണ്ടിലെ വിദഗ്ധർ പഠിച്ചു തുടങ്ങിയിട്ട് കാലം ഏറെയായി. ഇന്ത്യയിൽ ഉള്ളതിനേക്കാൾ താല്പര്യം അവിടുത്തെ ആളുകൾക്ക് ഉപനിഷത്തുകളിൽ ഉണ്ട് എന്നത് പലപ്പോഴും ചർച്ചാ വിഷയമാവുകയും ചെയ്തിട്ടുണ്ട്. പോളണ്ടിലേക്ക് പോകുന്ന ആദ്യത്തെ പ്രധാനമന്ത്രി അല്ല നരേന്ദ്രമോദി. ഇതിനു മുമ്പ് ജവഹർലാൽ നെഹ്റുവും ഇന്ദിരാഗാന്ധിയും ഒക്കെ പോളണ്ടിലേക്ക് പോയിട്ടുണ്ട്. മൊറാർജി ദേശായിയാണ് പോളണ്ടിൽ അവസാനം പോയ ഇന്ത്യൻ പ്രധാനമന്ത്രി. അതിനുശേഷം 45 വർഷങ്ങൾ പിന്നിടുമ്പോഴാണ് 1979 ജൂണിലാണ് മൊറാർജി പോളണ്ട് സന്ദർശിക്കുന്നത്. അതിനുശേഷം ഇത്രയും വർഷങ്ങൾക്ക് ശേഷമാണ് മറ്റൊരു പ്രധാനമന്ത്രി പോളണ്ടിലേക്ക് പോകുന്നത്. പോളണ്ട് പലപ്പോഴും ഇന്ത്യക്ക് സഹായഹസ്തവുമായി വന്നിട്ടുമുണ്ട്. പ്രത്യേകിച്ച് ഈ റഷ്യ യുക്രൈൻ യുദ്ധം നടക്കുമ്പോൾ അവിടെ കുടുങ്ങിക്കിടന്ന വിദ്യാർത്ഥികളെ ഒഴിപ്പിക്കുന്നതിന് ഇന്ത്യക്ക് പോളണ്ടിൻ്റെ സഹായം ആവശ്യമായിരുന്നു. അന്ന് നമ്മൾ നടപ്പിലാക്കിയ ഓപ്പറേഷൻ ഗംഗ പദ്ധതി വഴി നിരവധി വിദ്യാർത്ഥികളെയാണ് നാട്ടിലെത്തിച്ചത്. അവരെയൊക്കെ പോളണ്ട് അതിർത്തി കടത്തി അവിടെ നിന്നാണ് പിന്നെ ഇന്ത്യയിലേക്ക് ഇവാക്യുവേറ്റ് ചെയ്തത്. അതുകൊണ്ട് ആ തരത്തിലും പോളണ്ട് ഇന്ത്യക്ക് സഹായഹസ്തം നീട്ടിയിരുന്നു. പോളണ്ട് മായുള്ള ഇന്ത്യയുടെ ബന്ധം തുടങ്ങുന്നത് സ്വാതന്ത്ര്യ കാലഘട്ടത്തിന് മുൻപേ ആണ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ 1942 യുദ്ധകാല സമയത്തൊക്കെ രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ ഒരു പരിണിത ഫലമായി അവിടുന്ന് പോളിഷ് കുടുംബങ്ങൾ പലരും അവിടുന്ന് പലായനം ചെയ്യുകയും അവർക്ക് ഇന്ത്യയിൽ അഭയം നൽകുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അന്നത്തെ ഇന്ത്യയിലെ രാജാവ് ജാംനഗർ രാജാവൊക്കെ ഈ വനിതകളെയും കുട്ടികളെയും സ്വീകരിക്കുകയും അവർക്ക് അഭയം നൽകുകയും ചെയ്തു എന്ന കാര്യവും ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അന്നത്തെ ഈ പോളിഷ് റെഫ്യൂജി ക്യാമ്പ് കൊലാപ്പൂരിലാണ് ഉണ്ടായിരുന്നത്. അവിടെ 6000-ഓളം സ്ത്രീകളും കുട്ടികളും ഉണ്ടായിരുന്നു എന്നതാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. 1970 VV ഗിരി പോളണ്ട് സന്ദർശിച്ചത്. അതിനുശേഷം ഇന്ത്യൻ പ്രസിഡന്റ് ഗ്യാനി സെയിൽ സിംഗും 1986 പോളണ്ടിലേക്ക് പോയി. ജവഹർലാൽ നെഹ്റു 1955 തന്നെ പോളണ്ട് സന്ദർശിച്ചിട്ടുണ്ട്. ഏതായാലും ഈ സന്ദർശന വേളയിൽ പ്രധാനമന്ത്രി ഒട്ടനവധി കാര്യങ്ങൾ അവിടുത്തെ രാഷ്ട്രത്തലവൻ ആയിട്ടുള്ള സെബാസ്റ്റ്യൻ ഡൂഡയുമായി ചർച്ച ചെയ്യും. പോളണ്ട് പ്രസിഡന്റ് ആൻഡ്രിജ് സെബാസ്റ്റ്യൻ ഡൂഡയുമായി വിഷയങ്ങൾ ചർച്ച ചെയ്യും. ഒപ്പം പ്രധാനമന്ത്രി ഡൊണാൾഡ് ടസ്കിനെ കാണുകയും ചെയ്യും. ഇന്ത്യ പോളണ്ട് ബന്ധം കൂടുതൽ ദൃഢമാകും ഈ സന്ദർശനത്തോടുകൂടി എന്ന കാര്യം എല്ലാവരും ഏറെക്കുറെ ഉറപ്പിക്കുകയാണ്. നയതന്ത്ര ബന്ധം, അതുപോലെ സൈനിക സഹകരണം, സാംസ്കാരികമായ കൂട്ടായ്മ, ഇത് സംബന്ധിച്ചൊക്കെയുള്ള നിരവധി വിഷയങ്ങൾ ഈ ചർച്ചയിൽ ഉയർന്നു വരും എന്ന ഒരു പൊതുപ്രതീക്ഷയാണ് ഉള്ളത്. അവിടുത്തെ ഈ കർക്കോവിലെ സർവകലാശാലയാണ് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഈ സംസ്കൃതം പഠിക്കാനുള്ള ഒരു ശ്രമം നടത്തിയത്. ഏതാണ്ട് 164 വർഷങ്ങൾക്ക് മുമ്പാണ് അത്തരം ഒരു ശ്രമം നടന്നത്. അതിൻ്റെ ഭാഗമായി ഉപനിഷത്തുകൾ ഒക്കെ അവിടുത്തെ ഇൻഡോളജി പഠിക്കുന്ന ഗവേഷകരുടെ ശ്രദ്ധയിലേക്ക് വരികയും അതെല്ലാം അവിടെ വിവർത്തനം ചെയ്യാനുള്ള ശ്രമം നടക്കുകയും ഒക്കെ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ ആയുർവേദവും അതുപോലെ യോഗ, ഇതൊക്കെ ആയുർവേദവും യോഗയുമൊക്കെ പോളണ്ടിൽ വളരെ പ്രിയം നേടിയ കാര്യവും പല ഘട്ടങ്ങളിൽ വാർത്തയായി നിറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കഴിഞ്ഞിടയ്ക്ക് പ്രധാനമന്ത്രി 2002 ഈ ഓപ്പറേഷൻ ഗംഗയുടെ ഭാഗമായി വിദ്യാർത്ഥികളെ ഒഴിപ്പിക്കാൻ സഹായിച്ച പോളണ്ടിനെ
അന്ന് പ്രധാനമന്ത്രി അനുമോദിച്ചിരുന്നു. അന്ന് അവിടുത്തെ പ്രസിഡന്റ് ഡൂഡയെ നേരിട്ട് വിളിച്ച് തൻ്റെ ഈ സഹായത്തിന് നന്ദി അറിയിക്കുകയും ഒക്കെ പ്രധാനമന്ത്രി ചെയ്തിരുന്നു. മാത്രവുമല്ല, ഇന്ത്യയിൽ 2001 ഗുജറാത്ത് ഭൂകമ്പ കാലഘട്ടത്തിലും പോളണ്ടിൻ്റെ സഹായം അവിടെ നിന്ന് ഉണ്ടായിരുന്നു എന്ന കാര്യം കൂടി ശ്രദ്ധേയമാണ്. ഇതിനുശേഷം പ്രധാനമന്ത്രി യുക്രൈനിലേക്ക് പോകും. കീവിൽ പ്രധാനമന്ത്രി ഇന്ത്യക്കാരുമായി കൂടിക്കാഴ്ച നടത്തും. നേരത്തെ പ്രധാനമന്ത്രി റഷ്യ സന്ദർശിച്ചിരുന്നു. അന്താരാഷ്ട്ര സമൂഹം അതിന് വലിയ തോതിൽ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. ജൂലൈയിൽ റഷ്യ സന്ദർശിക്കുമ്പോൾ അന്ന് പ്രധാനമന്ത്രി റഷ്യയിലെത്തിയ ദിവസമാണ് കീവിൽ ഒരു ആശുപത്രിക്ക് നേരെ ആക്രമണം ഉണ്ടായത്. അന്ന് 30-ലധികം ആളുകൾ അവിടെ മരിച്ചു. അതിൽ കുട്ടികൾ കൂടി ഉൾപ്പെട്ടിരുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ റഷ്യ സന്ദർശിച്ച പ്രധാനമന്ത്രിയെ വിമർശിക്കാൻ പലരും അന്താരാഷ്ട്ര തലത്തിൽ മുന്നോട്ട് വന്നിരുന്നെങ്കിലും തനിക്ക് രണ്ടുപേരോടും ഒരേപോലെയുള്ളൊരു ബന്ധമുണ്ടെന്നും യുദ്ധം അവസാനിപ്പിക്കാനുള്ളൊരു നീക്കം പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്നൊക്കെയുള്ള ഒരു പ്രതീക്ഷയാണ് പൊതുവെ വരുന്നത്. ഇന്ത്യ റഷ്യ ബന്ധം അത് എക്കാലത്തെക്കാളും ശക്തമായി തുടരുകയാണ്. വ്യാപാര മേഖലയിൽ ആ വിഷയം നമുക്ക് പ്രതിഫലിക്കുന്നതായി കാണാൻ കഴിയും. ഇന്ത്യ വളരെ ചുരുങ്ങിയ വിലയിൽ ഈ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യാൻ കഴിഞ്ഞു എന്നതും വിനിമയം ഇന്ത്യൻ രൂപയിൽ നടത്താൻ കഴിഞ്ഞു എന്നതും ഒക്കെ ഒരു വലിയ നേട്ടമായി തന്നെയാണ് ഇപ്പോൾ നമ്മൾ നോക്കിക്കാണുന്നത്. ഏതായാലും ഈ രണ്ട് രാജ്യങ്ങളിലേക്കുള്ള സന്ദർശനം വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഒരുപക്ഷെ ഈ യുക്രൈൻ അതുപോലെ റഷ്യയും തമ്മിലുള്ള ഈ സംഘർഷം അതിന് അയവ് വരുത്താൻ വലിയ തോതിൽ തനിക്ക് കഴിയും എന്ന് തെളിയിക്കാൻ കൂടി പ്രധാനമന്ത്രിക്ക് ലഭിക്കുന്ന ഒരവസരമാണ്. ഇതുവരെ കാര്യമായ ഒരു ഇടപെടൽ അതിനായി പ്രധാനമന്ത്രി നടത്തിയിട്ടില്ല എന്ന് വിമർശനങ്ങൾ പല കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. ഏതായാലും ഈ യുദ്ധത്തിനെതിരാണ് താൻ എന്ന G20 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ലോകരാജ്യങ്ങൾ ആ ഒരു നിലപാടിൽ ഇന്ത്യയോട് യോജിക്കുകയും ഇന്ത്യ ലോകരാജ്യങ്ങളുടെ ആ പൊതു നിലപാടിനോടൊപ്പം നിൽക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. യുദ്ധം ഒന്നിനും പരിഹാരമല്ല, അത് ഈ കാലഘട്ടത്തിൽ യോജിക്കുന്ന ഒരു കാര്യവുമല്ല എന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നു. അത് ഇന്ത്യയുടെ എക്കാലത്തെയും ഒരു വിദേശ നയം കൂടിയാണ് എന്ന കാര്യവും ശ്രദ്ധേയമാണ്. അപ്പോൾ പോളണ്ടിലേക്ക് പ്രധാനമന്ത്രി പോകുന്നു എന്ന് പറയുമ്പോൾ അത് ഇന്ത്യ പോളണ്ട് ബന്ധം കൂടുതൽ ദൃഢമാക്കാനുള്ളൊരു നീക്കമാകുന്നു. ഒപ്പം ലോക തലത്തിൽ തന്നെ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ഒരു നീക്കമായി യുക്രൈൻ സന്ദർശനത്തെയും നോക്കിക്കാണാം.